ഗുഡ് ഈവനിങ്. മാറ്റിനി ടു വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 60ാമത്തെ നമ്മുടെ ബുക്ക് റിവ്യൂ ആണ്. ആ ബുക്ക് റിവ്യൂ പ്രസന്റ് ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ബുക്കാണ്. പ്രത്യേകിച്ച് മനസ്സിനെയും ശരീരത്തെയും തമ്മിൽ എങ്ങനെയൊക്കെ ബന്ധിപ്പിക്കുകയാണെന്ന് യു ക്യാൻ ഫീൽ യുവർ ലൈഫ് ലൂസിയുടെ ബുക്കിലൂടെ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ഈ ബുക്ക് റിവ്യൂ തരുന്നത് ഫാത്തിമ ബീവിയാണ്. ഒരു ലൈഫ് കോച്ചാണ്, ഒരു MD റെമഡിയേറ്റർ ആണ്, എനർജി പ്രാക്ടീഷണറാണ്. കൊടുങ്ങല്ലൂരുടെ അടുത്ത് ബിൻലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നടത്തുന്നു. പ്രത്യേകിച്ച് LD-യുമായി ബന്ധപ്പെട്ട്, ലേണിംഗ് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കുട്ടികളെ റെമഡിയേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഫാത്തിമ ബീവിയെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഫാത്തിമ ബീവി വെൽക്കം. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് സംസാരിച്ചു. ഓക്കെ, താങ്ക് യു സർ. എൻ്റെ പേര് ഫാത്തിമ ബീവി. ഇവിടെ കൊടുങ്ങല്ലൂരാണ് വീട്, തൃശ്ശൂർ കൊടുങ്ങല്ലൂര്. എൻ്റെ സ്വന്തം നാട് ആലുവയാണ്. പിന്നെ ഞാനൊരു വിൻലൈറ്റ് എന്നിട്ടൊരു സ്ഥാപനം നടത്തുന്നുണ്ട് LD കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റെമഡിയേഷൻ ഒക്കെ ആയിട്ട്. പിന്നെ അത്യാവശ്യം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. 2 മക്കളാണുള്ളത്. ഒരാൾ 10th, ഒരാൾ 7th. ഹസ്ബൻഡ് കൺസൾട്ടൻസിയാണ്, ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പേഴ്സണൽ ലൈഫായിട്ട് പറയണമെങ്കിൽ. ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ബുക്ക് യു ക്യാൻ ഹീൽ യുവർ ലൈഫ്. എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ്, എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു ലൈഫിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ബുക്കിലെ കുറേ കാര്യങ്ങൾ ഓർമ്മ വരാറ്. എനിക്ക് നന്നായിട്ടൊരു ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. അപ്പൊ അത് നിങ്ങൾക്കും കൂടി പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യും. നിങ്ങൾക്കൊക്കെ ഇഷ്ടമെന്ന് വിചാരിക്കണം. അപ്പോൾ തുടങ്ങാല്ലേ? ഓക്കെ, താങ്ക് യു. ഈ ബുക്ക് യു ക്യാൻ ഹീൽ യുവർ ലൈഫ്. നമ്മുടെ ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് ലൂയിസ് ഹേ എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കൻ റൈറ്ററാണ്. അവര് ഒത്തിരി പ്രത്യേകത ഉള്ള ഒരു വ്യക്തിയും കൂടിയിട്ടാണ്. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവരെ കുറെ ഫിലോസഫിയൊക്കെ ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ടൊരു ബുക്ക് അവർ ഇറക്കിയത്. ഒത്തിരി ബുക്കുകളുണ്ട്. ഞാൻ അവരൊരു യു ക്യാൻ ഹീൽ യുവർ ബോഡി, പിന്നെ ദ ഗ്രാറ്റിറ്റ്യൂഡ്, ലൈഫ് ഓഫ് ഫേ, അങ്ങനെ 1-2 ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലൈഫിൽ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ലൈഫ് എങ്ങനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ നമുക്ക് നമ്മുടെ ചിന്തകളെ മാറ്റി നമ്മുടെ ലൈഫ് എത്രമാത്രം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ ബുക്കുകൾ കൂടുതലായിട്ടും എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഇവരൊരു സ്പീക്കറാണ്, ഓതറാണ്, അതുപോലെ ഒരു ടീച്ചറാണ്, ഹീലറാണ്, ആർട്ടിസ്റ്റാണ്. അവർ ഫാഷൻ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊരു ഒരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്, ഹൗസ് എന്ന് പറഞ്ഞിട്ട്. ഇവരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ഇവരെ ഫാദർ മരിച്ചു പോയി. പിന്നെ 2ാം ലക്ഷണമായിരുന്നു. അവിടെ കുറെ സ്ട്രഗിളൊക്കെ ചെയ്തിട്ടാണ് അവര് കുറെ ബുദ്ധിമുട്ടിയാണ്. ഒരു 15ാം വയസ്സിൽ അവര് പ്രഗ്നന്റ് ആയി അബ്യൂസിൽ. അങ്ങനെ കുട്ടീനെ ഒരാൾക്ക് വളർത്താൻ കൊടുത്തു. പിന്നെ ഒരു കല്യാണം കഴിഞ്ഞു. അതിനുശേഷം അവർ കുറെ ബുദ്ധിമുട്ടുകൾ, ഒരു ഡൈവോഴ്സിന് ശേഷം ഒരു പള്ളിയില് എന്താ പറയാ, ഒരു ഫാദറിന്റെ ക്ലാസ് വെക്കാൻ ഇടയായിട്ടാണ് അവരിങ്ങനെ ഈ ചെറിയ ഹീലിംഗ് ഒരു ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർക്ക് ക്യാൻസർ വന്നത്. അങ്ങനെ ഓപ്പറേഷനൊക്കെ ഫിക്സ് ചെയ്താണ്. പക്ഷെ ഇവര് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവരുടെ മനസ്സിൽ തോന്നിയ കുറെ കാര്യങ്ങൾ ഒരു ശരിക്കും ആ ഓപ്പറേഷൻ ഒന്നും വേണ്ടാതെ തന്നെ ആ അസുഖം പൂർണ്ണമായിട്ടും അവര് കുറച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൂടെ അവർ മാറ്റി. അവർ മെയിനായിട്ട് ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇത്തരത്തിലുള്ള തെറാപ്പികൾ അവർ സ്വയം അവരുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടാണ് ഈ ഇത്രയും വലിയൊരു രോഗത്തെ അവർ പൂർണ്ണമായിട്ട് മാറ്റിയത്. അപ്പോൾ അവരന്ന് മുതൽ അവർക്ക് കിട്ടിയ ആ ലൈഫ് എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും ഒരു ഹീലറായിട്ട് മാറായിരുന്നു. അവരങ്ങനെയാണ് ഈ ബുക്കൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരു ക്യാൻസർ ആയ ഒരു വ്യക്തി ആ രോഗത്തെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് മാറ്റിയെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് സത്യത്തിൽ ഈ ഒരു ബുക്ക്.
അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് അടക്കാം. കുറച്ച് ഫിലോസഫിയാണ് ഈ ബുക്കിൽ ആദ്യത്തിൽ അവരെ ഒരു മെയിൻ കുറച്ച് ഫിലോസഫികൾ. അത് അവര് ഫസ്റ്റിലെ തന്നെ സം പോയിന്റ്സ് ഓഫ് മൈ ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫിലോസഫി പറയുന്നുണ്ട്. അവരുടെ മിക്ക ബുക്കുകളിലും ഈ ഒരു ഫിലോസഫി നമുക്ക് കാണാനും പറ്റും. വി ആർ ഈച്ച് റെസ്പോൺസിബിൾ ഫോർ ഓൾ അവർ എക്സ്പീരിയൻസ്. നമ്മുടെ ലൈഫിൽ നമ്മുടെ ഓരോ എക്സ്പീരിയൻസിന്റെയും റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. അത് നമ്മളെപ്പോഴും എന്തെങ്കിലും കാര്യമൊക്കെ വരുമ്പോൾ അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവരുടെ അഭിപ്രായത്തിൽ നമ്മുടെ എന്ത് എക്സ്പീരിയൻസിനായാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമായിട്ടുള്ളതാണ് അവരുടെ ഒരു ഫിലോസഫി. നെക്സ്റ്റ് എന്ന് പറയുന്നത് എവറി തോട്ട് വി തിങ്ക് ഈസ് ക്രിയേറ്റിംഗ് അവർ ഫ്യൂച്ചർ. നമ്മുടെ ഓരോ തോട്ടുകളും നമ്മുടെ ആ ഓരോ തോട്ടുകളാണ് നമ്മുടെ ഫ്യൂച്ചറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് എന്താണോ ചിന്തിക്കുന്നത് അതാണ് നാളെ നമ്മുടെ എക്സ്പീരിയൻസ്. ദി പോയിന്റ് ഓഫ് പവർ ഈസ് ഓൾവേസ് ദ പ്രസന്റ് മൊമെന്റ്. ഈ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ള ആ ഒരു ഇപ്പോഴത്തെ ഒരു പവറാണ്, ഇപ്പോഴത്തെ ഈ പ്രസന്റ് മൊമെന്റ് ആണ് ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. എവറി സഫേഴ്സ് ഫ്രം സെൽഫ് ഹേറ്റ്രഡ് ആൻഡ് ഗിൽറ്റ്. എല്ലാ ബുദ്ധിമുട്ടുകളും സ്വന്തം വെറുക്കുന്നതിലൂടെയും കുറ്റപ്പെടുത്തലിലൂടെ കൂടിയിട്ടൊക്കെയാണ് എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് വന്നു ചേരുന്നതെന്നാണ് അവരുടെ ഫിലോസഫി. At the bottom of line for everyone is I am not good enough. എല്ലാവരുടെ ഒരു ആഴത്തിലുള്ള ഒരു എന്ന് പറയുന്നത് ഞാൻ മതിയായ ഒരാളല്ല എന്നുള്ള ഒരു ചിന്തയാണ്. ആ ചിന്തയിൽ നിന്നിട്ട് തന്നെയാണ് പറഞ്ഞ പോലെ എല്ലാ സഫറിങ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. വി ക്രിയേറ്റ് എവരി സോ കോൾഡ് ഇൽനെസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ വരുന്ന ഓരോ രോഗങ്ങളും നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ ഓരോ തോട്ടിൽ നിന്നും നമ്മുടെ ഓരോ ആക്ഷൻസിൽ നിന്നുമാണ് ഓരോ നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുന്ന ഓരോ അസുഖങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. റിലീസിങ് റിസെന്റ്മെന്റ് വിൽ ഡിസോൾവ് ഇൻ ക്യാൻസർ. ഇപ്പൊ നമുക്ക് നമ്മുടെ വെറുപ്പ്, നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പ് വിദ്വേഷമൊക്കെ നമ്മൾ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈവൻ ക്യാൻസറിനെ പോലും ഡിസോൾവ് ചെയ്യുന്നതാണ്. അത് അവരുടെ അനുഭവമാണ്, അത് വെറുതെ പറയുന്നല്ല, അവരുടെ അനുഭവം തന്നെയാണ് ആ പറയുന്നത്. വെൻ വി റിയലി ഇപ്പൊ നമ്മൾ പറഞ്ഞ അവര് കഥ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ അവർക്ക് കുറെ ബുദ്ധിമുട്ടുകൾ അവർ സഫർ ചെയ്ത് വന്ന ആ വെറുപ്പ് രണ്ടാഴ്ചയോടുള്ളത്, ഫാമിലിയില് അവരെ അബ്യൂസ് ചെയ്ത ആളോടുള്ള അങ്ങനെ ആ വെറുപ്പുകൾ കിടന്നിട്ടാണ് അവർക്ക് ക്യാൻസർ വന്നതെന്നുള്ള തിരിച്ചറിവിൽ നിന്നിട്ടും അവർ അത് റിലീസ് ചെയ്യുക, അവരുള്ളിലുള്ള ആ ഒരു റിസെന്റ്മെന്റ് അവര് റിലീസ് ചെയ്തപ്പോ അവര് ലൈഫിലുള്ള അവർ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞപ്പോ അവരെ രോഗം മാറി. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ലൈഫിൽ നിന്നാണ് ക്യാൻസർ പോലും മാറുന്നവർ അത്ര ഉറച്ചിട്ട് വിശ്വസിക്കുന്നത്. when we really love ourselves everything in our life works. നമ്മൾ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെല്ലാം വർക്കാവും. അതിനകത്തുള്ള ഒരു ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ, ഒരു 20 ചാപ്റ്ററുകൾ ഉണ്ട് ഏകദേശം. എത്രമാത്രം ഇവിടെ കവർ ആകാൻ പറ്റുന്ന അറിയില്ല, നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ലൈഫ് ഈസ് റിയലി വെരി സിമ്പിൾ, വാട്ട് വി ഗിവ് ഔട്ട് വി ഗെറ്റ് ബാക്ക്. വാട്ട് വി തിങ്ക് അബൌട്ട് ourselves becomes the truth for us. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ ലൈഫിൽ സത്യമായിട്ട് വന്നെത്തിച്ചേരും. ഇപ്പൊ നമ്മൾ ഇന്ന് ഞാനൊരു വിജയിക്കാനുള്ള വ്യക്തിയാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കാനുള്ള വ്യക്തിയാണ്. അതല്ല മറിച്ച് ഞാൻ മതിയായ ഒരാളല്ല, എൻ്റെ ലൈഫ് നന്നായിട്ട് പോവില്ല എന്നൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ തോട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അതുപോലെ വരും. നമ്മുടെ ഫ്യൂച്ചറും നമ്മുടെ ഓരോ തോട്ടാണ് നിശ്ചയിക്കുന്നത്. അവര് പറയുന്ന നമ്മുടെ തോട്ടിൽ നിന്നാണ് എല്ലാം. നമ്മുടെ ലൈഫ് തന്നെ ഫുള്ള് ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ തോട്ടാണ്. അപ്പോൾ ആ തോട്ടിൽ നിന്നായിരിക്കണം നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ആക്കേണ്ടത്. The thought we think and the words we speak create our experience. നമ്മൾ ചിന്തിക്കുന്ന ആ ചിന്തകളും അതുപോലെ നമ്മൾ സംസാരിക്കുന്ന ആ വേർഡ്സ് അതൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് us have foolish ideas about who we are and many rigid rules about how life ought to be lived. നമുക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ട് ഒരുപാട് ഫൂളിഷ് ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസ് നിന്നിട്ടാണ് നമ്മളുടെ ലൈഫ് എങ്ങനെ എഴുതപ്പെടണം എന്നുള്ളത് ആ ഐഡിയാസിൽ നിന്നിട്ടാണ് വരുന്നത്. The universe totally supports us in every thought we choose to think and believe.
നമ്മൾ നമ്മൾ ചിന്തിക്കാനും നമ്മൾ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ ചൂസ് ചെയ്യുന്ന തോട്ടുകൾ, അതാണ് യൂണിവേഴ്സ് ടോട്ടലി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ആൽക്കമിസ്റ്റിലൊക്കെ പറയുന്ന പോലെ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ പ്രപഞ്ചം പോലും കൂടെ നിൽക്കുന്നു. ഇവര് പറയുന്ന ഇതാണ്, നമ്മുടെ ഓരോ തോട്ടും നമ്മൾ പറയുന്ന ഓരോ വാക്കും അത് യൂണിവേഴ്സ് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ലൈഫിൽ വർക്ക്ഔട്ട് ആവും. അപ്പൊ നമ്മൾ എന്താണോ തോട്ട് ചെയ്യുന്നത്, നമ്മൾ എന്താണോ പറയുന്നത്, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും അതുപോലെ നമ്മുടെ യൂണിവേഴ്സ് ഒക്കെ അതേപോലെ സ്വീകരിച്ചിട്ട് അത് നമ്മുടെ ലൈഫിൽ നമുക്ക് ചിലപ്പോൾ ഇപ്പൊ നല്ല കാര്യങ്ങൾ വന്നു നമ്മളെ വിശ്വസിക്കാൻ പോലും നമുക്ക് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് തിരിച്ച് അത് നമ്മളെ നഷ്ടപ്പെട്ടു പോയേക്കാം. ഈ ബുക്കിൽ ഒരു ഇടയ്ക്ക് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു അവരൊരു ക്ലയന്റ് ആണ്, കണ്ണട വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും അവരൊരു ഓൾഡ് ഫിയർ ഇവർ റിലീസ് ചെയ്യണ്ടേ, അങ്ങനെ റിലീസ് ചെയ്തു. പിറ്റേന്ന് ഇവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവർ കണ്ണട തപ്പി എടുത്തിട്ട് കണ്ണിൽ വെച്ചിട്ടാണ് ഫുൾ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ എന്നാലും കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പൊ അവരൊരു ഓൾഡ് ഫിയർ ഇവർ റിലീസ് ചെയ്ത് കൊടുത്തു. പിറ്റേന്ന് ഇവർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എഴുന്നേറ്റിട്ട് കണ്ണട വെക്കാതെ ഇവർക്കെല്ലാം കാണാൻ പറ്റുന്നു. ഓക്കെ, അപ്പൊ ഇവർക്ക് നമുക്കായാലും ഒരു വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും നാൾ കണ്ണട ഉപയോഗിച്ചിട്ട് എഴുന്നേറ്റ് തപ്പി കണ്ണട വെച്ചാൽ കാണാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് കണ്ണട ഇല്ലാതെ കാണാൻ പറ്റുന്നു എന്നുള്ളത് വല്ലാത്തൊരു ആശ്ചര്യമാണ്. അപ്പൊ ഇവരും അതുപോലെ തന്നെ എഴുന്നേറ്റ് ഐ ഡോണ്ട് ബിലീവ് എന്ന് ഇങ്ങനെ പല പ്രാവശ്യം പറയണേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പറയാണ്. ഈ തിരിച്ച് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇവർക്ക് കണ്ണട ഇല്ലാണ്ട് എഴുന്നേക്കാൻ പറ്റുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തൊരു വ്യക്തിയാണ്. നമ്മൾ എന്താണോ പറയുന്നത് അത് അതുപോലെ സ്വീകരിക്കുന്ന ആളാണ്. അപ്പോൾ ഐ ഡോണ്ട് ബിലീവ് എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, സബ് കോൺഷ്യസ് മൈൻഡും അത് സ്വീകരിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രപഞ്ചം യൂണിവേഴ്സും അത് സ്വീകരിച്ചിട്ട് പിറ്റേന്നാവുമ്പോൾ അവർക്ക് അത് എഴുന്നേൽക്കുമ്പോൾ കണ്ണട യൂസ് ചെയ്യേണ്ടതായിട്ട് വരികയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ തോട്ടും നമ്മളെ വിശ്വസിക്കുന്നതും നമ്മൾ തിങ്ക് ചെയ്യുന്നതൊക്കെ നമ്മളെ അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നമ്മൾ ടോട്ടലി സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ കുറെ ഫിലോസഫികൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത പോലെ തോന്നുമെങ്കിലും എനിക്കിപ്പോ ലൈഫിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. നമുക്ക് കുറെ തോട്ടുകൾ മാറ്റിയാൽ തന്നെ നമ്മുടെ ലൈഫ് മാറുന്നു. ശരിക്കും നമുക്ക് ഈ ബുക്ക് വായിച്ചാൽ തന്നെ അങ്ങനെ ഒരു ഇതിനകത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. When we are very little, we learn how to feel about ourselves and about life from adult around us. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്നിട്ട് നമ്മളെ കുറിച്ചിട്ടും അതുപോലെ നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ഇത് നമുക്ക് നമ്മുടെ ചുറ്റുപാട് അഡൾട്ടുകളിൽ നിന്ന് കിട്ടാം അല്ലെ. ഇപ്പൊ നമ്മളെ പഠിച്ചിട്ട് നമ്മുടെ പാരന്റ്സ് പറയാണ് നീ ഗുഡ് വെരി നല്ല എനർജറ്റിക് ആണ്, നിനക്കെല്ലാം ചെയ്യാൻ കഴിയും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ വിശ്വസിക്കും. പക്ഷെ ചില പാരന്റ്സ് നീ സ്റ്റുപ്പിഡ് ആണ് എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അതുപോലെ എല്ലാം അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ അതാ കുട്ടി. അപ്പൊ നമ്മളെ കുറിച്ചിട്ടുള്ള ഓരോ തോട്ടുകളും നമ്മൾ ചെറുപ്പത്തിലെ പഠിക്കുന്നത് നമ്മുടെ ചുറ്റുള്ള അഡൾട്ടുകളിൽ നിന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ആവും, റിലേറ്റീവ്സ് ആവും, അങ്ങനെ ആ പലരിൽ നിന്നിട്ടും നമ്മൾ പഠിക്കുക ചെയ്യാം. അത് നമ്മുടെ ലൈഫിൽ അത് വർക്കൗട്ട് ആവും. When we grow up, we have a tendency to recreate the emotional environment of our early home life. അപ്പൊ നമ്മൾ പഠിച്ച നമ്മൾ ആ ചെറുപ്പത്തിൽ കേട്ട മെസ്സേജസ് നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. നമ്മൾ അഡൾട്ട് ആയി കഴിയുമ്പോൾ വളർന്നായി കഴിയുമ്പോൾ നമ്മൾ അത് റീക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ എന്താണോ പഠിച്ചത് അത് നമ്മൾ ജസ്റ്റ് റീക്രിയേറ്റ് ചെയ്യുക നമ്മൾ ചെയ്യാം. ഇപ്പോൾ അത് പറയുമ്പോൾ തോട്ട് നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യുന്ന പോലെ ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള അവനെ കുറിച്ചിട്ടും അവന്റെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള എന്ത് തോട്ടാണോ അവനക്ക് കിട്ടിയിട്ടുള്ളത് അത് അവന്റെ ലൈഫിൽ അവന് റീക്രിയേറ്റ് ചെയ്യും. ഈ കുട്ടികൾ ഉണ്ടാവുമോ ആ കിട്ടിയത് തന്നെയായിരിക്കും അവരെ കുട്ടികളിലേക്കും പകർന്നു കൊടുക്കുക. However, I would not blame our parents for this. അപ്പൊ അവര് പറയുന്നത് ലൂയിസ് പറയുന്നത് ഒരിക്കലും അവരുടെ പാരന്റ്സിനെ ബ്ലെയിം ചെയ്യുന്നില്ല അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ എനിക്കിപ്പോ കിട്ടിയ തോട്ടുകളൊക്കെ എന്റെ പാരന്റ്സിൽ നിന്നാണ്, നിങ്ങളാണ് കുറ്റക്കാരെന്ന് ഒരിക്കലും അവര് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന എക്സ്പ്ലനേഷൻ ശരിയാണ്. നമുക്കിപ്പോ നമ്മളൊരു പാരന്റ് ആണ്. അപ്പൊ നമ്മൾ നമുക്ക് കൊടുക്കുന്നത് എന്താണ്, നമുക്കറിയാവുന്ന ഏറ്റവും നല്ലതാണെന്ന് കരുതുന്നൊരു കാര്യം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക അല്ലെ. നമ്മൾ ഒരിക്കലും നമുക്ക് പറ്റില്ല കൊള്ളാന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ മക്കൾ നമ്മൾ ചെയ്യാറില്ലല്ലോ. നമ്മൾ ഏറ്റവും നല്ലത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലെ തോട്ടിലുള്ള ഏറ്റവും നല്ല കാര്യം എന്താണോ അതാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. അപ്പൊ അതുപോലെയാണ് എല്ലാ പാരന്റ്സും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ പാരന്റ്സ് നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി അവര് പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ പാരന്റ്സിന്റെ അടുത്ത് പോയിരുന്നിട്ട് അല്ലെങ്കിൽ പാരന്റ്സിന്റെ പാരന്റ്സിനോട് ഗ്രാൻഡ് ഫാദേഴ്സിനൊക്കെ നമുക്ക് പോയിരുന്നിട്ട് അവരുടെ ചൈൽഡ്ഹുഡ് ഒക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കഥകളിൽ നമുക്ക് മനസ്സിലാവും ഇവർക്ക് എങ്ങനെയാണ് നമ്മുടെ പാരന്റ്സിന് തോട്ട് കിട്ടിയെന്നുള്ളതൊക്കെ.
അപ്പോൾ അവർക്ക് ആ തോട്ട് കിട്ടിയത് കൊണ്ടാണ് അവർ പഠിച്ച അവരവരെ ജീവിതത്തിൽ റീക്രിയേറ്റ് ചെയ്തു. അത് നമുക്ക് കിട്ടി. നമ്മുടെ ലൈഫിൽ അങ്ങനെ വന്നതാണ്. മറ്റേത് ആരും മനഃപൂർവ്വം അല്ല. അവർക്ക് കിട്ടിയ ഏറ്റവും നല്ലതെന്ന് കരുതി അവർ നമുക്ക് തന്നു. നമ്മൾ അത് പഠിച്ചു. നമ്മളത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ പ്രസന്റ് മൊമെന്റിലാണ് പവർ എന്ന് നേരത്തെ പറഞ്ഞത്. അപ്പൊ നമുക്കിപ്പോ തിരിച്ചറിയാൻ പറ്റാണ് ഇതാണ് എന്റെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കി നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഇതെന്റെ ലൈഫിലൊരു ബാഡ് ആയിട്ടുള്ള തോട്ടാണ് നമ്മൾ എപ്പോൾ തിരിച്ചറിയുന്നു ആ ഒരു നിമിഷത്തിൽ നമ്മളെ എന്താണ് അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം, അതാണ് ആ പവർ ഓഫ് പ്രസന്റ് മൊമെന്റ് എന്ന് പറയുന്നത്. ആ തോട്ട് നമ്മളിലേക്ക് വന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉള്ള തീരുമാനം എടുക്കുന്നു, നമ്മൾ മാറ്റുന്നു. അപ്പൊ നമുക്ക് മാറ്റാൻ പറ്റും. അല്ലാതെ ബ്ലെയിം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ പാരന്റ്സിനെ ഒക്കെ ബ്ലെയിം ചെയ്യാതെ നമ്മൾ ആ ഒരു ഇതിനുള്ള എക്സ്പീരിയൻസിനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാം. അങ്ങനെയാണ് ലൂയിസെ പറയുന്നത്. The only thing we are ever dealing with is a thought, and a thought can be changed. അപ്പൊ നമ്മൾ ഡീൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്താണ് ഒരു തോട്ടുമായിട്ട് ഡീൽ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ പക്ഷെ ഈ തോട്ടുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മാറ്റാൻ പറ്റും. ഈ തോട്ടുകൾ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസസും നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോ ഒരു സെഷൻ കൂടെ കംപ്ലീറ്റ് ആവുന്നില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവോന്ന് അറിയില്ല അല്ലെ, 1 മണിക്കൂറല്ലേ? അങ്ങനെയാണെങ്കിൽ മൺഡേ കൂടെ നമുക്ക് ഓക്കെ 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 അത് കംഫർട്ടായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ പിന്നെ എനിക്ക് സമാധാനമായിട്ട് പറയാം. ഓക്കെ, ഇപ്പോ അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ തോട്ടിലുള്ള എക്സ്പീരിയൻസ് അതാണ് അല്ലെ ഇന്നർ തോട്ടിന്റെ ഒരു ഔട്ടർ എഫക്റ്റ് ആണ് ശരി. ഇന്നർ തോട്ടിന്റെ ഒരു ഔട്ടർ എഫക്റ്റ് ആണ് നമ്മുടെ ഓരോ എക്സ്പീരിയൻസ് എന്നാണ്. നമ്മൾ ഉള്ളിൽ വിശ്വസിക്കുന്ന നമ്മുടെ ആ ഉള്ളിൽ വരുന്ന ആ തോട്ടുകളാണ് നമുക്ക് ഔട്ടർ എഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ലൈഫിൽ അനുഭവിക്കുന്ന ഓരോ എക്സ്പീരിയൻസും. ഇപ്പൊ നമ്മുടെ റിലേഷനിൽ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഒക്കെ അവർ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ തോട്ടിന്റെ ഒരു ഔട്ടർ എഫക്റ്റ് ആണെന്നാണ് ഈ ലൂയിസയുടെ അഭിപ്രായത്തിൽ. അപ്പോൾ നമ്മൾ നമുക്കിപ്പോ ആ ഒരു തോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചു. ആ തോട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ് മാറും, നമ്മുടെ എക്സ്പീരിയൻസിനും ഒരു മാറ്റം വരും. അവർ പറയുന്നത് ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ മതിയായ ഒരാളല്ല എന്നൊരു തോട്ടിൽ നിന്നാണ് നമ്മുടെ ഏകദേശം എല്ലാ പ്രശ്നങ്ങളുടെ ഒരു തുടക്കം എന്നാണ് അവർ പറയാ. നമുക്കിപ്പോ നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന ഒരു നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ അയ്യോ അതിപ്പോ പറ്റില്ല, അതെന്നെ കൊണ്ട് ഇപ്പൊ സാധിക്കില്ല. അപ്പൊ ആ ഒരു തോട്ട് നമുക്ക് ചെറുപ്പത്തിൽ നമ്മുടെ ലൈഫിൽ കിട്ടുന്നതാണ്, എനിക്കത് ചെയ്യാൻ മതിയായ ആളല്ല എന്ന്. ആക്ച്വലി ആ ഒരു പ്രായത്തിൻ്റെതായിട്ട് പാരന്റ്സ് പറയുന്നതാണ്. പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് കേട്ട് സ്വീകരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മതിയായ ഒരാളല്ല എന്നുള്ള ആ തോട്ട് കിടന്നിട്ട് നമ്മുടെ എല്ലാ ലൈഫിലെ എക്സ്പീരിയൻസിലേക്ക് വരുമ്പോഴും എല്ലാ സിറ്റുവേഷൻ വരുമ്പോഴും ഇതായിരിക്കും നമ്മുടെ ഉള്ളിൽ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ ഐ ആം നോട്ട് ഇനഫ് എന്നുള്ള ഒരു ചിന്ത ആണ് എല്ലാ ഒരു പ്രശ്നങ്ങളുടെയും തുടക്കമായിട്ട് എല്ലാ ഒരു ലൈഫിന്റെ സ്റ്റക്നെസ്സിന് മെയിൻ ആയിട്ട് ലൂയിസെ പറയുന്നത്. റിസെന്റ്മെന്റ്, ക്രിറ്റിസിസം, ഗിൽറ്റ് ആൻഡ് ഫിയർ കോസ് മോർ പ്രോബ്ലംസ് ഇൻ അവർ ലൈഫ്. ഈ 4 കാര്യങ്ങളാണ് അവർ നമ്മുടെ ലൈഫിലെ എല്ലാ പ്രോബ്ലംസിന്റെയും പ്രശ്നം ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം ലൂയിസെ പറയുന്നത്. റിസെന്റ്മെന്റും ക്രിറ്റിസിസം, ഗിൽറ്റ് ആൻഡ് ഫിയർ, ഈ 4 കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് ക്യാൻസർ വന്നത് അവർക്കുണ്ടായ കുറെ നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ റിസെന്റ്മെന്റ് നമുക്ക് മറ്റുള്ളവരുള്ള വെറുപ്പ് എന്ന് പറയുന്നത് അത് ക്യാൻസർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ക്യാൻസർ ഉണ്ടാവുന്നത് നമ്മൾ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു റിസെന്റ്മെന്റ് കിടന്നിട്ടാണ്. അതൊക്കെ നമ്മളിപ്പോ ഒരുപാട് സയന്റിഫിക് ആയിട്ടൊക്കെ തെളിയിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് ദേഷ്യം വരുമ്പോൾ ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ് പോയിസൺസ് ആയി മാറുന്നതും അത് പിന്നീട് ബോഡീനൊക്കെ ബാധിക്കുന്നതൊക്കെ നമ്മളിപ്പോ ഒരുപാട് സയന്റിഫിക്കലൊക്കെ പ്രൂവ് ചെയ്ത കാര്യം. അപ്പോൾ അത് തന്നെയാണ് അവരും പറയുന്നത്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പാണ് നമുക്ക് ക്യാൻസർ വരെ ഉണ്ടാക്കുന്നത്. അതുപോലെ ക്രിറ്റിസിസം ലെഡ് ടു ആർത്രൈറ്റിസം.
ആർത്രൈറ്റിസിന് മെയിൻ കാരണം ക്രിറ്റിസിസം, കുറ്റപ്പെടുത്തുക എന്നുള്ള. ഇപ്പൊ നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുക, അത് വിമർശനങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ആർത്രൈറ്റിസിനെ ബാധിക്കും. അതുപോലെ ഗിൽറ്റ് ലെഡ് ടു പെയിൻ, നമ്മുടെ ശരീരത്തിന് വേദനകൾ. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് പണ്ട് ചെയ്തു പോയിട്ടുണ്ടാവും, അല്ലെ അതിനെ പറ്റിയിട്ട് എപ്പോഴും ഗിൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പലതരത്തിൽ സ്റ്റക്നെസ് ഉണ്ടാവും. അതുപോലെ ബോഡി പെയിൻ ഒക്കെ മെയിൻ ആയിട്ട് അവിടെയൊക്കെ പറയുന്നത്, അവർ പറയുന്നത് ഈ ഗിൽറ്റ് നമ്മുടെ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ ഫിയർ ക്യാൻ ക്രിയേറ്റ് ബാഡ്നെസ് ആൾസ് പേഴ്സൺ. ഈ ഫിയർ, ടെൻഷൻ, ഫിയർ എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ വയറിന്, അബ്ഡോമനെ ബാധിക്കുന്നതായിട്ടാണ്. ഈ ബുക്കിന്റെ അവസാനത്തിൽ അവർ കുറേ രോഗങ്ങളും അതിന് കാരണങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻ ഒക്കെ ഒത്തിരി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നാൻ ചില സമയത്ത് നമുക്ക് ഇപ്പൊ കുട്ടികൾക്ക് പേടിയുള്ള സമയത്ത് വയറുവേദനയൊക്കെ പറയാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്റെ ലൈഫിൽ തോന്നിയിട്ടുള്ള കാര്യം. അപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. നമുക്ക് ഫിയർ ഒക്കെ വരുമ്പോൾ നമുക്ക് അൾസറിലേക്കൊക്കെ വരുന്ന, അതുപോലെ സോർ ഫീറ്റിനൊക്കെ കാരണമാവുന്നത് ഈ ഫിയർ ആണ്. ഓൾ ഡിസീസ്. അപ്പൊ ഇവര് പല ഭാഗത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു അസുഖം വരുമ്പോൾ ഇവര് പറയുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഞാൻ ആർക്കെങ്കിലും ഫോർഗീവ് ചെയ്ത് കൊടുക്കാനുണ്ടോ എന്നുള്ളത് നോക്കണം എന്നാണ്. അങ്ങനെ നോക്കി നമ്മൾ അതിനെ ഒന്ന് ഡിസോൾവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രോഗത്തിൽ നിന്ന് മാറാൻ പറ്റുമെന്നാണ് ഇവരൊരു കൺസെപ്റ്റ്. നമ്മൾ അതിനകത്തേക്ക് കുറച്ചൊക്കെ എത്തുമ്പോൾ വരും. ഓൾ ഡിസീസ് കംസ് ഫ്രം എ സ്റ്റേറ്റ് ഓഫ് അൺഫോർഗിവ്നെസ്. എല്ലാ രോഗങ്ങളും വരുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് അൺഫോർഗീവ്നെസ്സിൽ നിന്നിട്ടാണ്. നമുക്ക് മറ്റുള്ളവരോട് പൊരുത്തപ്പെട്ട് പുറത്തു കൊടുക്കാൻ പറ്റാത്ത ആ ഒരു സ്റ്റേറ്റിൽ നിന്നിട്ടാണ് നമുക്ക് എല്ലാ രോഗങ്ങളും വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് മറ്റുള്ളവരുടെ വെറുപ്പ് അതൊക്കെ കിടന്നിട്ട് പല രോഗങ്ങളായിട്ട് മാറണം. അപ്പൊ ഇവര് പറയുന്നത് ഓരോ രോഗം, നമുക്കിപ്പോ ഒരു അസുഖം വന്നെന്നുണ്ടെങ്കിൽ, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എനിക്ക് ആർക്കെങ്കിലും ഞാൻ ഫോർഗീവ് ചെയ്ത് കൊടുക്കാനുണ്ടോ. അപ്പൊ പറയുന്നത് നമുക്ക് ഏറ്റവും ആർക്കെങ്കിലും നമുക്ക് തീരെ ഒരിക്കലും പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റില്ല എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്കായിരിക്കണം ആദ്യം നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടും. അപ്പോൾ നമ്മൾ വേണ്ടത് നമ്മൾ പാസ്റ്റിന് നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പാസ്റ്റ് ചിലപ്പോൾ നമ്മൾ ചെയ്ത പല തെറ്റുകളും നമ്മുടെ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ സെൽഫ് ഫോർഗീവ് ചെയ്ത് കൊടുക്കണം. അതുപോലെ മറ്റുള്ളവർ ചെയ്ത് നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കണം. മനുഷ്യനാണ്, നമുക്ക് തെറ്റുകളൊക്കെ പറ്റാം എന്നുള്ളൊരു ചിന്തയോട് നമുക്ക് സെൽഫ് ഫോർഗീവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മറ്റുള്ളവർക്കും അവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മളോട് പറഞ്ഞ പോലെ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോ കഴിഞ്ഞു പോയ പാസ്റ്റ് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഇനി വരാൻ പോകുന്ന നമ്മുടെ ലൈഫിലേക്ക് വേണ്ടിയിട്ട് ഈ പാസ്റ്റിനൊക്കെ നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക, ഫോർഗോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോ അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ റിസെന്റ്മെന്റ് നമ്മളിപ്പോ വെറുപ്പം നമ്മൾ പറയും എനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് അവർ ചെയ്തത്. ആക്ച്വലി അത് കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടില്ല, അവര് അത് മറന്നു പോയിട്ടുണ്ടാവും, അത് അവർ നടക്കുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലൊക്കെ കിടന്നിട്ട് വലിയ രോഗമായിട്ട് എത്തിയ അവസാനം നമ്മൾ സർജന്റെ കത്തിയുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരവസ്ഥ, അവർക്ക് വന്ന അവസ്ഥ തന്നെയാണല്ലോ അത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുക. അപ്പൊ അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ ആ ഒരു റിസെന്റ്മെന്റ് നമ്മൾ മാക്സിമം അത് ഫോർഗീവ് ചെയ്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ രക്ഷപ്പെടുത്താൻ നോക്കാം. ഫാസ്റ്റിന് ഫുള്ള് നമ്മൾ ഫോർഗീവ് ചെയ്യുന്നുള്ളതാണ്. ഇതില് മറ്റ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റാത്തതായാലും നമുക്ക് വരുന്ന ലൈഫിലെ പ്രശ്നങ്ങളായാലും ഒക്കെ നമുക്ക് സെൽഫ് അപ്രൂവൽ ഇല്ല, സെൽഫ് അക്സെപ്റ്റൻസ് ഇല്ല. സെൽഫ് അപ്രൂവൽ ആൻഡ് സെൽഫ് അക്സെപ്റ്റൻസ് ആർ ദ മെയിൻ കീ ടു പോസിറ്റീവ് ചേഞ്ചസ് ഇൻ എവറി ഏരിയ ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവ് ആയിട്ടുള്ള ഏത് ചേഞ്ചസ് നമ്മൾ വരുത്തണമെന്നുണ്ടെങ്കിലും ആദ്യം നമുക്ക് വേണ്ടത് സെൽഫ് അപ്രൂവലും സെൽഫ് അക്സെപ്റ്റൻസ് ആണ്. നമുക്ക് നമ്മളെ അംഗീകരിക്കാം. നമുക്ക് നമ്മളെ അംഗീകരിക്കാനും നമ്മൾ അപ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും പോസിറ്റീവ് ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് തെറ്റ് പറ്റി അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ മനുഷ്യനാണ്, എനിക്ക് തെറ്റ് പറ്റി എന്നുള്ള നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്തല്ലോ നമ്മൾ ആലോചിച്ച അവിടെ നമ്മൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കണം, നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഞാനത് അക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ്സ് ഓക്കെ, ഞാൻ മനുഷ്യനാണ്, എനിക്ക് തെറ്റ് പറ്റി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് വരുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു മെയിൻ കീസ് തന്നെയാണ് അത്. ഒരു പോസിറ്റീവ് ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് വേണ്ടത് ആദ്യം സെൽഫ് അക്സെപ്റ്റൻസ് ആണ്.
ഇപ്പൊ ലൂയിസെ പറയുന്നത് അവരുടെ മുമ്പിലേക്ക് ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നു, നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റി എങ്ങനെയൊക്കെയാണ്, നിങ്ങളുടെ ലൈഫ് ജീവിതം എങ്ങനെയാണ്, നിങ്ങളുടെ ജോലിയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ്, അതുപോലെ നിങ്ങളുടെ ഫിനാൻസ് സ്റ്റാറ്റസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന ആൻസറിൽ നിന്ന് തന്നെ ഇവർക്ക് ഈ ലൂയിസെ പറയുന്നത് അപ്പോൾ അവർക്ക് ഈ റൂട്ട് മനസ്സിലാവും, ഇവരെ പ്രശ്നത്തിന്റെ റൂട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് തോട്ടാണെന്നാണല്ലോ. അപ്പൊ ഇവർക്ക് ഓരോന്നിനെ കുറിച്ചിട്ടും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. ഇപ്പൊ ജീവിതത്തെ കുറിച്ചിട്ടുള്ള അവരുടെ കാഴ്ചപ്പാട് കേൾക്കുമ്പോൾ, ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള അവരുടെ കാഴ്ചപ്പാട്, അല്ലെ അവരിപ്പോ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തിൽ നിന്നാണ് ഈ രോഗം ഇവർക്ക് വന്നിട്ടുള്ളതെന്ന്. എന്ത് ഇപ്പൊ ഫിയർ ആണോ അല്ലെ റിസെന്റ്മെന്റ് ആണോ എന്നുള്ളതൊക്കെ ഇവർ ആ ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ ലൂയിസയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. വട്ട് ഡു യു ഡു ഫോർ ലിവിങ്, എങ്ങനെയൊക്കെയാണ്, അതുപോലെ ഡു യു ലൈക്ക് വർക്ക്, ജോലി ഇഷ്ടമാണോ. അപ്പൊ ചില ആൾക്കാർ പറയും എനിക്ക് എന്റെ ജോലി പോകുന്ന ഇഷ്ടമല്ല, എന്റെ ബോസ് ഭയങ്കര ഇതാണ്, അല്ലെ എന്റെ കോവർക്കേഴ്സ് ഞാനുമായിട്ട് വേണ്ട രീതിയിൽ സഹകരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ ആളുകളും ഓരോ പ്രശ്നങ്ങൾ പറയും. അപ്പൊ ഈ പ്രശ്നങ്ങൾ അവരോട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ തന്നെ അതുപോലെ ഫിനാൻസിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു ആൻസറിൽ നിന്നും ഇവരെവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ അവര് എല്ലാത്തിനും കുറേ കാരണങ്ങളായിരിക്കും പറയാ. അവര് അങ്ങനെ ചെയ്തു, ഫിനാൻഷ്യലി എന്താ പറയാ ആകെ നഷ്ടത്തിലാണ്, അങ്ങനെ കുറേ നഷ്ടങ്ങളെ പറ്റിയിട്ടായിരിക്കും അവർ പറയാ. അപ്പൊ അതിൽ തന്നെ നമുക്ക് അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ പ്രോബ്ലത്തിന്റെയും മെയിൻ കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സെൽഫ് ലവും അവർ ബിലീഫ്. ഈ രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ്. അതുപോലെ നമ്മുടെ വിശ്വാസങ്ങൾ. ഇപ്പോ അതിനകത്ത് ലൂയിസെ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മള് ഫസ്റ്റ് ജീവിതത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ജീവിതം വളരെ അസഹനീയമാണ്, എന്താ ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ശരിക്കും ആക്ച്വലി അവർക്ക് ലൈഫിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് അതുപോലെ ആയിരിക്കും. ഇപ്പൊ നമ്മള് ഞാൻ തന്നെ പല വിധത്തിൽ ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ പാരന്റ്സ് ഒക്കെ പറയും ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സങ്കടവും എന്താണ് ദുഃഖവും കൂടി ചേർന്നിട്ടുള്ളതാണ് ലൈഫ് എന്നാണ് നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വരാം. അപ്പൊ ഞാനിങ്ങനെ ഒരു 10-27 വയസ്സൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ ലൈഫ് എന്ന് പറയുന്നത് സന്തോഷവും സങ്കടവും ഒക്കെ കൂടിയിട്ടുള്ളതല്ല. അപ്പൊ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അപ്പൊ എന്തായിരിക്കും അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ ഇതിനു ശേഷം ലൈഫിൽ കുറെ മാറ്റങ്ങൾ വന്നതും കുറെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ മുന്നോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ ആക്ച്വലി അപ്പൊ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് എന്റെ ഉള്ളിൽ കിടന്ന ആ ഒരു ബിലീഫ്, അന്നുണ്ടായിരുന്ന ബിലീഫ് അതിങ്ങനെ വർക്ക്ഔട്ട് അത് നമ്മൾ ബിലീഫ് അത് ഓൾറെഡി നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് വർക്ക് ചെയ്ത് അതിനകത്തേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് അവരിവിടെ പറയുന്നത്. നമുക്ക് ലൈഫിനെ കുറിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ എന്താണോ ഒരു ബിലീഫ് ഉള്ളത് അത് നമ്മുടെ ലൈഫിലും പ്രാവർത്തികമായിട്ട് വരും. അപ്പൊ നമ്മുടെ ബിലീഫും അതുപോലെ നമ്മളെ സ്നേഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാണ്. അപ്പൊ ആദ്യമായിട്ട് ലവിങ് അവർ സെൽസ് വർക്ക്സ് മിറാക്കിൾസ് ഇൻ അവർ ലൈഫ്. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് മിറക്കിൾസ് സംഭവിക്കും. അല്ലാതെ ഇപ്പൊ അവർ പറയുന്നത് ശരിക്കും സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു ബേബിയാണ് അല്ലെ, കുഞ്ഞു ബേബീസ് നമുക്കറിയാലോ. ഈ പെർഫെക്ഷൻ എന്ന് പറയുന്ന ബേബീസിലുള്ളൂ, കുട്ടികളാണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നത്. കാരണം അവർ ജനിക്കുമ്പോഴേ അവർ പെർഫെക്റ്റ് ആയിട്ടാണ് ജനിക്കുക. അവര് ആ ഒരു ജന്മത്തിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് ജനിക്കുക. അവർക്ക് ഒന്നും പെർഫെക്റ്റ് ആവാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, അവർ ഓൾറെഡി പെർഫെക്റ്റ് ആണ്. അപ്പൊ നമുക്കറിയാലോ കുട്ടി എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് കരയും, വാശി പിടിക്കും, വേണമെന്ന് പറയും. കുട്ടികൾ ബിഹേവ് ചെയ്യുന്നത് അവർക്ക് അറിയാവുന്ന പോലെയാണ്. നമ്മൾ വലിയ ആളുകളൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മൾ ഓരോ സിറ്റുവേഷൻസ് വെച്ചിട്ടൊക്കെ നമ്മൾ ബിഹേവ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് അറിയാവുന്ന ആ കാര്യങ്ങൾ അവർ എവിടെയാണെങ്കിലും ഇതുപോലെ ബിഹേവ് ചെയ്യും. അവർക്കിപ്പോ ഫുഡ് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും, കിട്ടില്ലെങ്കിൽ വാശി പിടിക്കും, കരയും. അങ്ങനെ ഓരോ കുട്ടികളും എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്, അവർക്ക് അറിയാവുന്ന പോലെ അവർ പെരുമാറും. പക്ഷെ അവർ പതുക്കെ വളർന്നു തുടങ്ങുമ്പോൾ അവരെ സറൗണ്ടിങ്സിൽ നിന്ന് അവർ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങും. അപ്പോ ഈ പറഞ്ഞ പെർഫെക്ഷൻ മാറി അവരെന്താ ആയിട്ട് വരിക, അവരുടെ മാറ്റങ്ങൾ ഒരുപാട് വരാൻ തുടങ്ങും അല്ലെ. ഇപ്പൊ നമ്മൾ പറയാം ഒരു കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ അയൽവക്കത്തെ വീട്ടിൽ വരെയും കേൾക്കും.
എന്നാലും ഒരു കുട്ടി ഹാപ്പി ആയാലോ, നമ്മുടെ റൂം വരെ ഒരു വീട് മുഴുവൻ സന്തോഷത്തിലാണ്. അത്രയും ഒരു വ്യത്യാസങ്ങള് ആ പെർഫെക്ഷൻ ഓഫ് ബേബീസിന്റെ പെർഫെക്ഷൻ അങ്ങനെയാണ്. പക്ഷെ ഇവര് വളർന്നു വരുമ്പോൾ എന്താണ്, ഇവരുടെ ഉള്ളിൽ കിട്ടുന്ന ഓരോ ബിലീഫ്സും അവർ കേൾക്കുന്ന നെഗറ്റീവ് മെസ്സേജസും ഒക്കെ ഇവരെ മാറ്റാണ് ചെയ്യുന്നത്. അപ്പൊ ആ സെൽഫ് ലവ് എന്നുള്ളത് അവിടെ കുറഞ്ഞു പോകുന്നുണ്ട്. അതാണ് ഈ വലുതായി വരുമ്പോഴത്തേക്കും ഈ സെൽഫ് ലവിന്റെ ലാക്ക് ഓഫ് സെൽഫ് ലവ് മൂലം ലൈഫിൽ കുറെ സ്ട്രഗിൾസ് കുട്ടികളെ അനുഭവിക്കേണ്ടി വരാം. ലൂസി പറയുന്നുണ്ട്, ഇപ്പൊ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ അവര് കണ്ണാടിയിൽ നോക്കിയിട്ട് ഐ ലവ് ആൻഡ് അപ്രൂവ് മൈ സെൽഫ് എന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ക്ലയൻസുകൾക്കും സാധിക്കില്ല. ചിലര് എഴുന്നേറ്റിട്ട് ഓടും, ചിലര് ബോധം കെട്ട് വീഴുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടാവും. അത്രേ പോലും തീരെ സെൽഫ് ലവ് ഇല്ലാത്ത ആളുകളാണ്. പക്ഷെ അവരെ കുറെ സറൗണ്ടിങ്സിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവര് അത് കുറെ മിറർ വർക്ക് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. മിററിന്റെ സ്ഥലത്ത് മിറർ വർക്കിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ മിററിൽ നോക്കിയിട്ട് നമ്മുടെ കണ്ണിൽ നോക്കിയിട്ട് ഐ ലവ് ആൻഡ് അപ്രൂവ് ഓഫ് മൈ സെൽഫ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ലവിനോടുള്ള അഫർമേഷൻ ആയിട്ടാണ് പറയുന്നത്. ഇനി ഇപ്പൊ ഈ ബിലീഫ്സ് ഒക്കെ നമുക്ക് എവിടെ നിന്ന് വന്നു? നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന ഈ ബിലീഫ്സ് ഒക്കെ നമുക്ക് എവിടെ നിന്ന് വന്നു? ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ആ ഒരു തോട്ട്, ആ ഒരു ബിലീഫ് നമുക്ക് എവിടെ നിന്ന് വന്നത്? എ ഫാദർ ഹു റിപ്പീറ്റഡ്ലി ടോൾഡ് ഹിം ഹി വാസ് സ്റ്റുപ്പിഡ്. നീ എപ്പോഴും സ്റ്റുപ്പിഡ് ആണെന്ന്, നിനക്ക് അതിന് കഴിയില്ല, മണ്ടനാണ്, പൊട്ടനാണ്, അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു ഫാദർ എന്ന് ഉദ്ദേശിച്ചത് ഫാമിലി എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സറൗണ്ടിങ്സ് എന്ന് പറയുന്ന കുട്ടിക്ക് ആ ഒരു ബിലീഫ് ഉണ്ടാവും, ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ഒരു ബിലീഫ് വരും. അതുപോലെ ബീങ് അബണ്ടന്റ് ആൻഡ് ഇഗ്നോർഡ്, ഇഗ്നോർ ചെയ്യപ്പെടുന്ന, ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളിലും ആ ഒരു തോട്ട് വരുന്നുണ്ട്. ലൈഫ് ഈസ് ഡേഞ്ചറസ്, ആ ഒരു തോട്ട് വരുന്നത് ഈ പാരന്റ്സ് പറയും എന്താണ്, ഒരുപാട് കുട്ടികൾക്ക് നന്നായിട്ട് ചിരിച്ച് കളിക്കുമ്പോൾ പറയാലോ, ഒരുപാട് ചിരിക്കണ്ട കേട്ടാ, നീ ഇപ്പൊ തന്നെ സങ്കടം വരും എന്തെങ്കിലും, അങ്ങനെ ഒരുപാട് ചിരിക്കാൻ പാടില്ല. അപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരുപാട് ചിരിച്ച സങ്കടം വരും. അങ്ങനെയാണ് നമ്മുടെ പാരന്റ്സ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫൈറ്റ്, ഒരു പേടിപ്പെടുത്തുന്ന സംഭവമാണ്. ചിരിക്കാൻ പോലും പാടില്ലാത്തൊരു വല്ലാത്തൊരു ഇതാണ്. പക്ഷെ ശരിക്കും ആക്ച്വലി ഖുറാനിലൊക്കെയാണ് പറയുന്നത്, ഒരു സങ്കടത്തിന് ശേഷം ഒരു സന്തോഷം വരാനുണ്ടെന്നാണ്. അല്ലാതെ ഒരിക്കലും സന്തോഷത്തിന് ശേഷം സങ്കടം വരുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്ട്രഗിൾ വന്നാൽ ഉറപ്പായിട്ടും അവിടെ സന്തോഷം വരാനുണ്ട്. പക്ഷെ നമ്മുടെ പാരന്റ്സ്, നമ്മുടെ സറൗണ്ടിങ്സ് നമ്മളോട് പറയും ഒരുപാട് ചിരിക്കരുത്, നമുക്ക് എന്താണ് ഒരു സങ്കടം വരുമെന്നാണ് നമ്മളോട് പറയാറുള്ളത്. അപ്പൊ ആ ലൈഫിനെ കുറിച്ചിട്ട് ആ കുട്ടിയുടെ കാഴ്ചപ്പാട് അപ്പൊ മാറുകയാണ്. അതൊരു ഭീകരജീവിയായിട്ട് എന്തൊക്കെയോ സങ്കടങ്ങളൊക്കെ മാത്രമൊക്കെ ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇതിൽ നിന്നാണ് ഓരോ കുട്ടികൾക്കും ഓരോ മനുഷ്യർക്കും ഈ ഒരു തോട്ടുകള് വരുന്നത്. ഇപ്പൊ നമ്മളോട് ചില ആളോടൊക്കെ പണത്തിനെ പറ്റി ചോദിച്ചാൽ എന്താ പറയാ, പണം അത് ശരിയാവില്ല, അത് പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് വന്ന അഹങ്കാരിയായിത്തീരും നമ്മള്, അല്ലെ? കേട്ടിട്ട് നമുക്ക് അങ്ങനെ ഒരുപാട് പണം വന്ന അഹങ്കാരിയായിത്തീരും. അതുപോലെ എന്താണ്, പണം എന്ന് പറയുന്നത് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി ഇപ്പൊ നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാം, ഒത്തിരി പണം ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് മറ്റുള്ള ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നതിന് പകരം പണം ഒരുപാട് കുറച്ച് പാടുള്ള ആവശ്യത്തിന് മതി പണം. അപ്പോൾ നമ്മുടെ ലൈഫിലും നമ്മൾ ഓരോ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇപ്പൊ ഇവർ പറയുന്ന പോലെ നമ്മൾ ഓപ്പൺ ആയിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിന് നമുക്ക് തരാൻ പറ്റുള്ളൂ. നമുക്ക് ദൈവത്തിന് നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ ഇവർ യൂണിവേഴ്സ് എന്നാണ് പുള്ളി ബുക്കിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓപ്പൺ ആവണം. ഇപ്പൊ രണ്ട് തരത്തിലുള്ള കുട്ടികളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു കുട്ടിയെ നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യത്തിന് നല്ല അടിച്ച് വഴക്ക് പറഞ്ഞ് നിനക്കിനോട് സാധിക്കില്ല, നീ മണ്ടനാണ്, പൊട്ടനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച് നല്ല അടി കൊടുത്ത് റൂമിൽ 2 ദിവസം ഇട്ടിരിക്കുന്ന ഒരു കുട്ടിയും, അതുപോലെ ഒരു കുട്ടിയോട് നമ്മൾ എനിക്കെല്ലാം പറ്റും, നീ മിടുക്കനാണ്, എനിക്ക് ഒരുപാട് കഴിവുണ്ട് എന്ന് പറയുന്ന 2 കുട്ടികൾ, ആ 2 കുട്ടികളുടെയും ഔട്ട്കം എന്ന് പറയുന്നത് വളരെ വ്യത്യാസമായിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്കായാലും കുട്ടികൾക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്ന ആ തോട്ടുകൾ അത് അവരുടെ ലൈഫിനെ തന്നെ ഒരുപാട് മാറ്റും. ഇപ്പൊ നമ്മുടെ ഒരു ലൈഫ് സ്ക്രിപ്റ്റിന്റെ ബേസ് എന്ന് പറയുന്നത് നമുക്ക് ചെറുപ്പത്തിലേ കിട്ടുന്ന മെസ്സേജസ് ആണ്. നമ്മുടെ ലൈഫിന്റെ സ്ക്രിപ്റ്റിന്റെ ബേസ് എന്ന് പറയുന്നത് നമുക്ക് ചെറുപ്പത്തിലേ കിട്ടുന്ന നമ്മുടെ മെസ്സേജസ് ആണ്.
അപ്പോൾ നമുക്ക് ആ ഒരു മനുഷ്യന്റെ ഒരു ലൈഫ് സ്ക്രിപ്റ്റ് ഇവരുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ആ ലൈഫിന്റെ ഓരോ സ്റ്റേജസ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയ ഓരോ തോട്ട് അല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത കുറെ ബിലീഫിൽ നിന്നാണെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക നേരത്തെ പറഞ്ഞ പോലെ പാരന്റ്സ് അങ്ങനെ പറഞ്ഞു തന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് എന്ന് നമ്മൾ ബ്ലെയിം ചെയ്യാതെ എന്താണ് ഒരു പ്രോബ്ലം വന്നത്, അതിന്റെ ഒരു സൊല്യൂഷൻ, നമുക്ക് അതിന്റെ പിന്നിലുള്ള നമ്മുടെ തോട്ട് എന്താണെന്ന് ചിന്തിക്കുക. ഇപ്പൊ അവർ പറഞ്ഞ പോലെ നമുക്ക് ആർക്കെങ്കിലും പൊരുത്തപ്പെട്ട റിസൾട്ട് കോഗ്യുമെന്റ്സ് കൊടുക്കാൻ വേണ്ടി ചിന്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ലൈഫ് നമുക്ക് സ്മൂത്ത് ചെയ്യാൻ പോയിട്ട് പറ്റത്തുള്ളൂ. ഈസ് ഇറ്റ് ട്രൂ? നെക്സ്റ്റ് അടുത്തൊരു ചാപ്റ്ററിനകത്തുള്ളത് ഇറ്റ് ഈസ് ട്രൂ ഇഫ് യു ബിലീവ് ഇറ്റ് ടു ബി ട്രൂ. ഇപ്പൊ ഇത് സത്യമാവുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ സത്യമാവും. ഇറ്റ് ഈസ് നോട്ട് ട്രൂ ഇഫ് യു ബിലീവ് ഇറ്റ് ഈസ് ഇൻ ട്രൂ. നമ്മൾ നടക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്, നടക്കില്ല തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ ഡിസാസ്റ്റർ ഉണ്ടാവാനായിട്ട് പറയുന്നത് ഐ ആം നോട്ട് വർത്തി ഹാവിങ് മണി. പണം ഉണ്ടാവാനുള്ളൊരു അർഹതപ്പെട്ട ആളൊന്നും അല്ല ഞാൻ എന്നുള്ളൊരു തോട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് എപ്പോഴും ഫിനാൻഷ്യൽ ഡിസാസ്റ്റർ ആയിരിക്കും. നോ ഫ്രണ്ട്സ്. അയാളുടെ വിശ്വാസം എപ്പോഴും നോബഡി ലവ്സ് മീ, എന്നെ ആർക്കും സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു, സ്നേഹിക്കാൻ കഴിയുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ഇപ്പോൾ പല ചില ആളുകൾ പറയും എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്താണ് എനിക്ക് എന്നെ ആർക്കും വേണ്ട എന്നൊക്കെ തോന്നുന്ന ആളുകൾ, അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാവില്ല. കാരണം അവരുടെ ഉള്ളിൽ ആ ഒരു തോട്ടുള്ളതുകൊണ്ട് ആരും അട്രാക്ട് ചെയ്യില്ല. അത് അവരുടെ തോട്ട് എവിടെ കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള തോട്ട് എന്താണ്, ഞാൻ മതിയായ ഒരാളല്ല, ഈ വർക്കിന് പറ്റില്ല, എനിക്കതിന് സാധിക്കില്ല, എനിക്ക് കഴിവ് കുറവാണ്, അങ്ങനെയൊക്കെ ഒരു തോട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ വർക്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ വിശ്വാസങ്ങൾ അത് നമ്മുടെ ചെറുപ്പത്തിലെ നമുക്ക് കിട്ടിയത്. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ ചെറുപ്പത്തിലെ പറയും ഡോണ്ട് ട്രസ്റ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയും. ആക്ച്വലി അത് ആ ഒരു പ്രായത്തിൽ അവർക്ക് ബെറ്റർ ആണ് അല്ലെ. അത് അവർക്ക് ആ ലൈഫ് ആ ഒരു പ്രായത്തിൽ അവർക്ക് അത് യൂസ്ഫുൾ ആണ്. കാരണം സ്ട്രേഞ്ചേഴ്സിന് ആ സമയത്തൊന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ആ ഒരു ഇതാണ്. പക്ഷെ അവർ വളർന്നു വരുന്തോറും അവർ ലോൺലിസ്റ്റിലേക്ക് എത്താം. കാരണം അവരുള്ളിൽ കിടക്കുന്ന തോട്ട് എന്താണ്, സ്ട്രേഞ്ചേഴ്സിനെ ബിലീവ് ചെയ്യരുതെന്നാണ്, ട്രസ്റ്റ് ചെയ്യരുത്. അപ്പൊ അത് അവരുടെ ഉള്ളിൽ കിടന്നിട്ട് അവർ വലുതാവുമ്പോൾ മറ്റുള്ളവരോടായിട്ട് അവർക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പറ്റില്ല. കാരണം സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ അവർക്ക് ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് എന്താണ്, അവരൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അവരുടെ ലൈഫിന് ആ ചെറുപ്പത്തിൽ അതൊരു ഉപയോഗമാണെന്നുണ്ടെങ്കിലും എന്താണ്, വലുതായി വരുമ്പോൾ അത് അവരുടെ ലൈഫിനെ ബാധിക്കും. അതുപോലെയുള്ളതാണ് ബോയ്സ് ഒന്നും കരയാൻ പാടില്ല അല്ലെ. അത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ബോയ്സ്, ആൺകുട്ടികൾ കരയോ അല്ലെ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ പെൺകുട്ടികൾ മരം കയറാൻ പാടില്ല അങ്ങനെ. അപ്പൊ അവരെ ഫിസിക്കൽ ബോഡീനെയാണ് നമ്മൾ ആ ഒരു മോശമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ബോയ്സ് കരയാൻ പാടില്ല. ആക്ച്വലി സയൻസ് ഒക്കെ പറയുന്നത് നമുക്ക് സങ്കടം വന്ന പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഒന്ന് കരഞ്ഞൊന്ന് പുറത്തേക്ക് കളയണമെന്നാണ്. പക്ഷെ ചെറുപ്പത്തിലേ പറയുന്നത് എന്താണ്, ഹാർട്ട് അറ്റാക്ക് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നത് അല്ല, പുരുഷന്മാർക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ കൂടുതൽ ചാൻസ് അവരെന്തൊരു വിഷമം വന്നത് ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു വെച്ചാണെന്നാണ് പറയുന്നത്. അത് ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയതാണ്. ബോയ്സ് കരയാൻ പാടില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ ലൈഫിന് ഈ ചെറുപ്പത്തിൽ കിട്ടിയ കുറെ വിശ്വാസങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരാം. ഇനിയിപ്പോ നമ്മുടെ പ്രോബ്ലംസ് ഇപ്പൊ നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് ചാപ്റ്ററിൽ പറയണത് ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ വിശ്വാസങ്ങളൊക്കെയാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ചാപ്റ്റർ അതാണ്, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്. അവിടെ ആവേണ്ടത് നേരത്തെ പറയുമ്പോൾ ദ പോയിന്റ് ഓഫ് പവർ ഈസ് ഓൾവേസ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. ഈ പ്രസന്റ് മൊമെന്റിലാണ് അതിന്റെ പവർ എപ്പോഴും. നമുക്കിപ്പോ ഒരു പ്രോബ്ലം മനസ്സിലായി, എന്റെ തോട്ട്, ഈ ഒരു തോട്ട് കൊണ്ടാണ് എന്റെ ലൈഫിൽ പ്രശ്നം. ഇപ്പൊ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആളുകൾ നമ്മൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കാം, ഫാമിലിയിലായിരിക്കാം, റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് ബിലീഫ്, നമ്മുടെ ഉള്ളിലുള്ള തോട്ട് എന്താണെന്ന് മനസ്സിലാക്കി, അപ്പൊ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ എടുക്കുന്ന ഒരു തീരുമാനം അതായിരിക്കും നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ അത് മനസ്സിലായി.
നമുക്കത് മാറ്റാനുള്ള ഒരു ചേഞ്ച് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ യുനിസെ പറയുന്നത് നമുക്കിപ്പോ ഒരു പ്രശ്നം മനസ്സിലായി, അതിന്റെ റൂട്ട് മനസ്സിലായി, നമ്മൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ബാക്കി യൂണിവേഴ്സ് ഏറ്റെടുത്ത് ചെയ്യുമെന്ന്. യു ആർ ദ ഓൺലി പേഴ്സൺ ഹു തിങ്ക് ഇൻ യുവർ മൈൻഡ്, യു ആർ ദ പവർ ആൻഡ് അതോറിറ്റി ഇൻ യുവർ വേൾഡ്. അപ്പൊ ആരൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നമ്മളാണ് നമ്മുടെ വേൾഡിന്റെ അതോറിറ്റി എന്ന് പറയുന്നത്. നമുക്കിപ്പോ പ്രശ്നങ്ങൾ മനസ്സിലായി, അതിനെ മാറ്റാനും പുതിയതൊന്ന് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് അതിന്റെ പവർ ഉണ്ട്. അപ്പോൾ ആ ഒരു നമ്മൾ ആദ്യം വേണ്ടത് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള ഡിസൈഡ് ചെയ്യാന്നുള്ളതാണ്. ഡിസൈഡ് ടു ചേഞ്ച്, നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും. അതിന് അവർ ചെറിയൊരു എക്സസൈസ് ആയിട്ട് പറയുന്നത്, നമ്മൾ കണ്ണാടിയിൽ നോക്കുക, എന്നിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഐ ആം വില്ലിങ് ടു ചേഞ്ച് എന്നാണ് ഫസ്റ്റ് പറയേണ്ടത്. എന്ന് വെച്ചാൽ ചില ആൾക്ക് പെട്ടെന്ന് ഒരു അഫർമേഷനൊക്കെ നമുക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ ചില ആളുകൾക്ക് അത് പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വരുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചില ആൾക്ക് തലവേദന വരെ, കണ്ണുവേദന വരെ, നെഞ്ചുവേദന വരെ, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ ആദ്യം ഐ എം വില്ലിങ് ടു ചേഞ്ച് എന്ന് പറയുന്നത്. ഞാൻ വില്ലിങ് ആണ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് അഫർമേഷൻ കൊടുക്കാൻ പറയുന്നത്. പിന്നെ അത് പറയുന്നത് നമ്മൾ കണ്ണാടി നോക്കിയിട്ട്, നമ്മുടെ ത്രോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു സെൻട്രൽ പാർട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ പിടിച്ചിട്ട് കണ്ണാടിയെ നോക്കിയിട്ട് വില്ലിങ് ടു റിലീസ് ഓൾ റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസിനെ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇങ്ങനെ തോട്ടിൽ പിടിച്ചിട്ട് കണ്ണാടി നോക്കിയിട്ട് ഐ ആം വില്ലിങ് ടു റിലീസ് ഓൾ റെസിസ്റ്റൻസ്, എല്ലാ പ്രശ്നങ്ങളും ഞാൻ റിലീസ് ചെയ്യാനായിട്ട് വില്ലിങ് ആണെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഭയങ്കര ദേഷ്യമുള്ള ഒരാള് ദേഷ്യം കുറക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ചേഞ്ച് വരുത്താനായിട്ട് അഫർമേഷൻസ് കൊടുക്കുന്നത്. ആക്ച്വലി അഫർമേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ദേഷ്യം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ എതിർക്കും. അപ്പൊ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ ഒരു സാധാരണ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി അതിനേക്കാളും കുറച്ചും കൂടി ലെവല് കൂടിയിട്ടായിരിക്കും ദേഷ്യത്തിലേക്ക് എത്താം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം, എനിക്കൊരു ചേഞ്ച് വരാൻ പോകുന്നത് കൊണ്ടാണ് ഇത്രയും കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് നമുക്ക് അത് ദേഷ്യം അല്ലെങ്കിൽ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന കാര്യം കുറച്ചും കൂടി ബുദ്ധിമുട്ടിലേക്ക് എത്തിയിട്ടായിരിക്കും വരാം. അപ്പൊ അത് ആ ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കി അത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗോളിലേക്ക് എത്താൻ പറ്റും. അതല്ല നമുക്ക് ദേഷ്യം ചെയ്യേണ്ടത് നമ്മൾ അഫർമേഷൻ ചെയ്യാണ്, അത് തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് ദേഷ്യം കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ കുറച്ചും കൂടി ഇതായിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമുക്ക് അവിടെ റെസിസ്റ്റൻസ് വരികയാണ്. അങ്ങനെ വന്ന് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ചേഞ്ചസ് വരുത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും അതിനായിട്ട് ഭയങ്കര റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ ആ ലെവൽ ഒന്നും കൂടി ഉയർന്നിട്ടായിരിക്കും വരിക. പിന്നെ അവിടുന്ന് നമ്മളത് മനസ്സിലാക്കി വീണ്ടും കണ്ടിന്യൂ ചെയ്യുമ്പോഴായിരിക്കും അത് താഴേക്ക് വന്ന് നമുക്ക് അതിന്റെ രീതിയിലേക്ക് നമ്മുടെ ഗോളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡാണ് ഏറ്റവും വലിയ ടൂള്. ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് സാധിക്കാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ മൈൻഡിനെ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ പവർ, നമ്മുടെ മൈൻഡിന്റെ ഏറ്റവും വലിയ അതോറിറ്റി പവർ എന്ന് പറയുന്നത് നമുക്ക് തന്നെയാണ്. അപ്പോൾ അത് ടൂളാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ തിരഞ്ഞെടുത്ത് നമുക്ക് അതിനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് പുതിയൊരു ബിലീഫ് സിസ്റ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് ആവശ്യമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മൈൻഡിനെ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്ത് പവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് അവരും പറയുന്നത് നമ്മുടെ ഇന്നത്തെ തോട്ടാണ് നാളത്തെ നമ്മുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നത്. പിന്നെ ഞാൻ മാറാനാണ് തീരുമാനിച്ചെടുത്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ തോട്ടും നമ്മുടെ ആക്ഷൻസും നമ്മുടെ വേർഡ്സും മാറിയിട്ട് നാളത്തെ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കാൻ പറ്റും. അതിനുള്ള ഏറ്റവും വലിയ ടൂളാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. Release the need. Think for a moment about something in your life you want to change. Go to the mirror and look into your eyes and say out loud, I know, realize that I have
created this condition and I am now willing to release the pattern in my consciousness that is responsible for this condition. അപ്പോൾ ഞാനിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ ഈ കണ്ടീഷൻ്റെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയിട്ട് അപ്പോൾ ഞാൻ അത് റിലീസ് ചെയ്യാനായിട്ട് വില്ലിങ് ആണ്. ഈ പാറ്റേൺ, ഈ കോൺഷ്യസ്ലി പാറ്റേൺ ഞാൻ മാറ്റി പുതിയൊരു ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഞാൻ മാറ്റാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലൊക്കെ അത് നമുക്കിപ്പോൾ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് നമുക്ക് അഫർമേഷൻസിലൊക്കെ കുറച്ചുകൂടെ എത്തുമ്പോൾ കുറെ അഫർമേഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ഐ ആം ഇനഫ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാന്നൊക്കെ അത് പറയുന്നുണ്ട്. പക്ഷെ അഫർമേഷനിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ കുറച്ച് വേഗത്തിൽ എടുത്തു. എന്തായാലും തിങ്കളാഴ്ച എടുക്കാല്ലേ സാറേ? അപ്പൊ ഫോർഗീവ്നെസ്സിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഓ ഓക്കെ ഓക്കെ ഫോർഗീവ്നെസ് പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു പോയാൽ ശരിയാവൂല. അപ്പൊ ഞാനതൊന്ന് എടുക്കാം. അപ്പോ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ ഇത്ര നേരം കേട്ടതില്? ബുക്ക് എല്ലാവരും വായിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. നല്ലൊരു ബുക്കായിട്ടാണ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. വായിക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും പുതിയൊരു അറിവായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളത്. നമ്മളിനി ഒരുപാട് വായിക്കേണ്ടതായിട്ടിരിക്കുന്നതെന്ന് മനസ്സിലായിരുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അതെ, താങ്ക് യു. ഒരു ന്യൂ ഇൻഫർമേഷൻ ആയിരുന്നു. താങ്ക് യു മാം. ഓക്കെ ഓക്കെ. ഞാൻ കുറച്ചുകൂടി സ്പീഡായി. എനിക്ക് സമയം കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ബുക്ക് ഫുള്ള് അങ്ങനെ ഒരു സ്പീഡിൽ പോയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഇല്ല. അതല്ലേ. വളരെ മനോഹരമായ ഒരു ബുക്കാണ്. മറ്റുള്ള നമുക്ക് മനസ്സിലായി. ഇതിന്റെ ഇന്നറിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സുകൾ വളരെ കൃത്യമായിട്ട് നമുക്ക് റിയലൈസ് ചെയ്ത് കിട്ടി എന്നുള്ളത് വേണം മനസ്സിലാക്കി. ഇതിന്റെ ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും ഫോർഗീവ്നെസ് ഇല്ലാത്തതിന്റെ പ്രശ്നമായിട്ടാണ് അവതരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തന്റെ ലൈഫിലുള്ള ഒരു എക്സ്പീരിയൻസിന്റെ പാർട്ടായിട്ടാണ് ഒരു ക്യാൻസർ രോഗിയായിരുന്ന വ്യക്തി അത് റിക്കവർ ചെയ്ത് അതിലൂടെ ഒരു വലിയ മെസ്സേജ് കൊടുക്കാൻ പറ്റും. ലൈഫ് എക്സ്പീരിയൻസിന് വലിയ മെസ്സേജ് കൊടുക്കുന്ന ഒരു പാറ്റേൺ. അപ്പൊ അവിടെ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ. അതിലൊന്ന് അൺഫോർഗീവ്നെസ് ആണ് എന്ന് പറഞ്ഞു. ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് റിസെന്റ്മെന്റ്, മറ്റുള്ളവരോടുള്ള തീവ്രമായ പക, വിദ്വേഷം, അതുപോലെ ക്രിറ്റിസിസം, ഇതെല്ലാം വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിക്കുന്നതാണ്. അതുപോലെ ഗിൽറ്റ്, ഫിയർ, ഈ 4 ഫ്രെയിമാണെന്ന് പറയാം. ഒരു സ്ക്വയറിന്റെ 4 സ്ഥലങ്ങളാണ്, 4 ഏരിയകളാണെന്ന് പറയാം. പിന്നെ ഹാപ്പിനെസ്സും പീസും ഒക്കെ അതിനകത്ത് വളരെ ചെറിയ ഫാക്ടറുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ മാത്രമേ അതിലേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് റിസെന്റ്മെന്റ്, ക്രിറ്റിസിസം, ഗിൽറ്റ് ആൻഡ് ഫിയർ, ഈ 4 പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ ലൈഫിനെ കൂടുതൽ അഫക്റ്റ് ചെയ്യും. വളരെ കൃത്യമാണ്. അതുപോലെ അതിൻ്റെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് സെൽഫ് അപ്രൂവലും സെൽഫ് അക്സെപ്റ്റൻസും ഒരു പരിധിയിലധികം നമ്മളെ സഹായിക്കുമെന്ന് പറയും. പിന്നെ നോർമലി പ്രോബ്ലം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ചെറിയ അവസരം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശേഷം മറ്റുള്ളവരെ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ ചില ചോദ്യങ്ങളിലൂടെ യഥാർത്ഥത്തിലുള്ള ഇമോഷണൽ ബോണ്ടേജ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എവിടെയാണ് സ്ട്രെസ് അനുഭവിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം. പിന്നെ മറ്റൊരു പോയിന്റ് പറഞ്ഞത്, ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു എന്താ പറയുക, ഫിലോസഫിയുടെ രീതിയിൽ പറഞ്ഞ ഐ എം നോട്ട് ഗുഡ് ഇനഫ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഈ ഒരു പ്രോസസ് ഉണ്ട്. ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് തോന്നാത്ത മനുഷ്യരിക്കും. കാരണം അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ
നമുക്ക് തന്നെ ഒരു പവർ കൊടുക്കുന്ന രീതിയിൽ എങ്ങനെ മാറാൻ സാധിക്കും? തീർച്ചയായിട്ടും അതിന്റെ ഫോർഗീവ്നെസ് സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത തിങ്കളാഴ്ച വീണ്ടും ബാക്കിയായിട്ട് വെക്കാം. ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, നമ്മളുടെ ബോൺ ആൻഡ് ബ്ലോക്കത്തിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, നമ്മുടെ പ്രായമുള്ളവരുടെ കെയർ ഗിവേഴ്സ് നമ്മളെ കരുതിയിരുന്ന രീതി, നമ്മൾ എങ്ങനെയാണ് അത് പെർസീവ് ചെയ്തത് എന്നുള്ള രീതികൾ, ഇതെല്ലാം അതിനകത്ത് വലിയ ഫാക്ടറാണ്. അപ്പോൾ നമ്മുടെ ഫിയർ, അത് നമുക്ക് മാത്രമല്ല നമ്മളുടെ ഫുഡ് നടക്കുന്നത് വളർത്തുന്നവർക്ക് ഉണ്ടാകുന്ന ഫിയർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ ഫിയർ നമ്മളെപ്പോഴും ഒരു ലൈഫ് ഇസ് ഡേഞ്ചറസ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലെത്താം. സോ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ആ ബുക്ക് നല്ല രീതിയിൽ അവതരിപ്പിച്ചു, വളരെ മനോഹരമായി. വീണ്ടും വളരെ യാത്രയിരിക്കുകയാണ് കാര്യം സെക്കൻഡ് പാർട്ട്. കാര്യം നമ്മൾ ബുക്ക് വായിക്കുന്നതൊക്കെ എത്രയോ എളുപ്പമാണ് ബുക്കിന്റെ ഒരു പാർട്ട് ഇതുപോലെ കൺസൈസ് ചെയ്ത് പറയുന്നത്. അപ്പൊ നമ്മൾ തന്നെ ഏകദേശം 60 ബുക്കുകൾ, ഇതോട് കുറിച്ചാണ് 60 ബുക്കുകൾ നമ്മൾ ഒരു മാസം മുഴുവൻ കണ്ടിന്യൂസ് എല്ലാ ദിവസവും നമ്മൾ ബുക്ക് റിവ്യൂ ചെയ്തിരുന്നു. ഇപ്പൊ നമുക്ക് അങ്ങനെ സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ബുക്ക് റിവ്യൂ ചെയ്യുന്നു. താങ്ക് യു സത്യനാരായണൻ, വളരെ മനോഹരമായി പ്രസന്റ് ചെയ്തതിന്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് അടുത്ത മൺഡേ 7 മണിക്ക്, നാളെ കഴിഞ്ഞ് മൺഡേ 7 മണിക്ക് നമുക്ക് വീണ്ടും കേൾക്കാം. നിങ്ങളുടെ കമന്റ്സുകൾ നിങ്ങൾ മ്യൂട്ട് ചെയ്ത് പറയുക. റോഹിത് സാർ, പ്ലീസ് സാർ. മാഡം, ഈ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന് പറയുന്ന ബുക്ക് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയായി അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായി മാഡം ഇതുവരെ വിശദീകരിച്ചു. അതിനാദ്യമായി ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നതിനൊപ്പം നമ്മൾ ശ്രമിച്ചാൽ ഏത് രോഗത്തിൽ നിന്നും രോഗത്തിൽ നിന്ന് വരെയും രക്ഷപ്പെടാമെന്ന് പ്രായോഗികമായി തെളിയിച്ച ഒരു വ്യക്തിയുടെ ബുക്കാണിത് എന്ന് പറഞ്ഞില്ല മാഡം. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പറഞ്ഞത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളിൽ രൂപപ്പെടുന്നതായ ചില പ്രശ്നങ്ങളാണ് നമ്മളുടെ കാരണം എന്ന് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്ന് പറയുകയും ഒരിക്കലും നമ്മുടെ പേരൻസിനെ കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല, അവർ നല്ലതെന്ന് തോന്നുന്നതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നും പറയുന്ന ആ സ്റ്റൈല് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പങ്ങൾ വന്നതല്ല, എൻ്റെ അപ്പനും അമ്മയാണല്ലോ എന്ന് പറയുന്നത് കാര്യമില്ല. അവര് ഏറ്റവും നല്ലതാണ് ഈ കാര്യങ്ങൾ എന്ന് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നതെന്ന് ഒക്കെ മാഡം പറഞ്ഞത് വളരെ ഭംഗിയായിട്ട്. ആ ബുക്ക് വായിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് മാഡം അതിൻ്റെ എസൻസ് വളരെ നീറ്റായിട്ട് ഈ പവർ പോയിന്റിലൂടെ കാണിച്ചപ്പോഴത്തേക്കും വളരെയധികം ഇമ്പ്രസീവായിട്ട് തോന്നി. ഒരു ബുക്ക് വായിക്കുന്ന പോലെയല്ല, മാഡം മനസ്സിലാക്കിയിട്ട് ആ ക്ലാസ്സുകൾ ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന പോലെ തോന്നി. അതായത് ഫിനാൻഷ്യൽ ആയിട്ട് പുവറാണെങ്കിൽ ഐ ആം നോട്ട് വർത്തി ഹാവിങ് മണി എന്ന് പറഞ്ഞ കാര്യങ്ങളും നോ ഫ്രണ്ട്, നോബഡി ലവ്സ് മീ, ദാറ്റ്സ് വൈ നോ ഫ്രണ്ട്, അതൊക്കെ വളരെ ഇതായിട്ട് വരും. അതുപോലെ തന്നെ ജോലിയിൽ പ്രോപ്പറായിട്ട് പ്രോബ്ലംസ് വന്നാൽ അത് നോട്ട് ഗുഡ്, ഞാൻ അത്ര പോരാ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതൊക്കെയാണ് അതിൻ്റെ വിഷയം എന്ന് പറയുന്ന ഗൈഡ് ലൈൻസും ഒക്കെ വളരെ ഭംഗിയായിട്ട് മാഡം പ്രസന്റ് ചെയ്തു. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു. മാഡം നമസ്കാരം. നമസ്കാരം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, എനിക്കൊരു സ്ഥലത്ത് പോവാനുണ്ട്. അപ്പം ഞാൻ മാഡത്തിന്റെ ക്ലാസ് കേട്ടു, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ഫോണിൽ എനിക്ക് തോന്നിയോന്നറിയില്ല, കുറച്ച് ഒച്ച കുറഞ്ഞു പോയോ എന്നുള്ള, വോയിസിന് കുറച്ച് കുറവുണ്ടോ എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ശ്രദ്ധാലുക്കളായിരിക്കണം. അപ്പൊ എനിക്ക് മാത്രം തോന്നിയതെന്നറിയില്ല. അപ്പം ലൈഫിൽ നമ്മള് സ്വന്തമായിട്ട് നമ്മളെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു. അപ്പം ചെറുപ്പം മുതൽ തന്നെ പിന്നെ നമ്മള് മാഡം പറഞ്ഞ പോലെ കുട്ടികളാണ് പെർഫെക്റ്റ്, ശരിയാണ്. കുട്ടികള് നിഷ്കളങ്കരാണ്. ഒരു പ്രായം അതായത് ആ നിഷ്കളങ്കത്വം പോകുന്ന കുറച്ച് വലുതാകുമ്പോഴാണ്. ടീനേജിലെല്ലാം കുറച്ച് കള്ളം പറയാനെല്ലാം തുടങ്ങും, 13 to 19 ആകുമ്പോഴത്തേക്ക്. അതിനു മുന്നേ അവര് നല്ല നിഷ്കളങ്കരാണ്, കാര്യങ്ങള് വെട്ടിത്തുറന്ന് പറയും. കള്ളം പറയുന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് മുഖമെല്ലാം പൊത്തുമ്പോ നമുക്ക് മനസ്സിലാവും അത് കള്ളാന്നുണ്ട്. അങ്ങനെയുള്ള ഇതാണ്. കാരണം അതെല്ലാം നമ്മള് പാരന്റ്സ് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിൽ തന്നെ പാരന്റ്സിന്റെ ഭാഗത്ത് ചെറിയൊരു തെറ്റുണ്ടാവാറുണ്ട്. ഇപ്പം പറഞ്ഞു, പിന്നെ പെൺകുട്ടികൾ കരയാൻ പാടില്ല. അത്
പെൺകുട്ടികളെ മുമ്പും തന്നെ ചോദിച്ചു, നീ എന്തിനാണ് പെണ്ണിനെ പോലെ കരയുന്നത്? അപ്പൊ പെൺകുട്ടികൾ കരയാനുള്ളതാണെന്നുള്ള അതിന്റെ സ്റ്റൈല് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറുപ്പത്തില് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ആ കളിക്കോപ്പാണെങ്കിലും ആൺകുട്ടികൾക്ക് തോക്കും പെൺകുട്ടികൾക്ക് ബൊമ്മയാണ്. കാരണം നീ ഇങ്ങനെ ചെയ്യേണ്ടതാണ്, കുട്ടീനെ പരിചരിക്കേണ്ടവളാണ്, മറ്റവൻ തോക്ക് ഉപയോഗിക്കേണ്ട എന്നുള്ള ആ രീതിയിലുണ്ട്. പിന്നെ അതില് വേറൊരു കാര്യമുള്ളത്, കുട്ടികള് വീണ് കഴിഞ്ഞാൽ ഉടനെ ആ വീണ സ്ഥലം അടിച്ചോ അല്ലെങ്കിൽ കാല് ചവിട്ടിയോ, നീ എന്തിനാ എന്റെ കുട്ടിയെ വീഴുന്നത്, അതിന് പകരം നീ ഇങ്ങനെ നിന്റെ തകരാറുണ്ടല്ല വീണെന്ന കുട്ടീനെ ബോധ്യപ്പെടുത്തൂല. അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മള് ജീവിതത്തില് വളർന്നു കഴിയുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാല് ചിലവര് വളരെ ദാരിദ്ര്യത്തിനായിരിക്കും. വളരെ ദാരിദ്ര്യത്തിന് വളർന്ന ഒരാൾക്ക് പിന്നെ കുറച്ച് വലുതായിട്ട് കുറച്ച് പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ എത്തിയിട്ടാകുമ്പോ എന്തെല്ലോ പോരായ്മകൾ കാണും. ഞാൻ അത്ര പോരെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഇവരുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റില്ലേ എന്നെല്ലാം ചിന്തിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ചിലവര് നല്ല ബ്രൈറ്റ് ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ പഠിച്ച സാഹചര്യം, വീട്ടിലെ സാഹചര്യം പ്രശ്നം വരുമ്പോൾ അവരുടെ പഠിത്തത്തിൽ കുറച്ച് ആ സമയത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരിപ്പോ ഒരു ജോലി കിട്ടിയിട്ട് എന്തെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോ അവർക്ക് അത് ഭയങ്കര ഫീൽ ചെയ്യുന്ന പോലെ തോന്നും. അപ്പം എനിക്ക് അപ്രിയ സത്യങ്ങൾ പറഞ്ഞുകൂടാ. ഞാൻ ഓഫീസറായിട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്പെക്ഷൻ വരുമല്ലോ. അപ്പൊ എനിക്ക് വേറൊരു ഓഫീസിലെ ചാർജും കൂടി തന്നു, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ. അപ്പം അവിടെ ഇൻസ്പെക്ഷന് വരുമ്പോ അവിടെയുള്ള ഒരു സ്റ്റാഫിനെ കാണുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ അവിടെ ചാർജ് ആണല്ലോ, ഞാൻ ചോദിച്ചു എന്ത് പറ്റി, ഇത് ഫയൽ എടുത്തു കൊടുക്കാൻ അയാളെ കാണുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞു, മാം അയാള് വീട്ടിൽ പോയി, അയാൾക്ക് ഇങ്ങനെ ഇൻസ്പെക്ഷൻ വരുമ്പോ ഭയങ്കര പേടിയാണ്, വയറ്റിന്ന് പോണെന്നൊക്കെ തോന്നുന്നു, അതുകൊണ്ട് അയാൾ മുങ്ങിയെന്ന്. അപ്പൊ പതിവാണ് പോലും. അപ്പൊ മാം പറഞ്ഞ പോലെ അങ്ങനെയുള്ള അത് ഞാൻ ഓർമ്മിച്ചു അന്നേരം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാം പറഞ്ഞതെല്ലാം വളരെ നല്ലതാണ്. നമ്മളെ ലൈഫില് നമ്മൾ തന്നെ നമ്മളെ നല്ലതാക്കണം. അത് പിന്നെ സ്വയം പിന്നെ പറഞ്ഞിട്ട് തന്നെ എന്താ ഞാൻ നല്ലവൻ, ഞാനിപ്പം പിന്നെ നല്ലോണം സംസാരിക്കുന്നുണ്ട്, സോറി, ഞാനിപ്പോ കുറച്ച് ടോക്കറ്റീവ് ആവുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പൊ ഞാൻ നന്നാവണം എന്നുള്ള ഞാൻ തന്നെ വിചാരിക്കണം മാം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. വേറെ എന്ന് പറയുന്നു റഷീദ മാം, സരസ്വതി മാം, ആൻഡോപ്രിയം, ദർശ. Yes. So വളരെ മനോഹരമായ ഒരു ബുക്കും നല്ലൊരു അവതരണവും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നെക്സ്റ്റ് വീക്കില് നെക്സ്റ്റ് മൺഡേ അതിന്റെ ബാക്കി പാർട്ട് എനിക്ക് തോന്നുന്നത് അത് സോൾവ് ചെയ്യുന്ന പാർട്ടായിരിക്കും അല്ലേ? പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന പാർട്ടായിരിക്കും നെക്സ്റ്റ് പാർട്ട്. കുറച്ച് അഫർമേഷൻസും അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ നമുക്കത് നമ്മൾ റിവിസിറ്റ് ചെയ്യാം. അപ്പം ഒരിക്കൽ കൂടി അത് മനസ്സിലാക്കാനും മനസ്സിലാക്കാനൊക്കെ നന്നായിട്ട്. സോ താങ്ക് യു വെരി മച്ച് സത്യന മാം. വളരെ സന്തോഷം നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നതിന്. വളരെ മനോഹരമായ ഒരു ബുക്ക് റിവ്യൂ ചെയ്തു. സാർ എന്തെങ്കിലും പറയുന്നു? സാർ എന്തെങ്കിലും പറയുന്നു? യെസ് മാഡം, ഞാൻ അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കാരണം മാഡം പ്രോബ്ലംസ് പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം മാഡം പറഞ്ഞ ഒരു അഫർമേഷൻ അത് കൊള്ളാം, പക്ഷെ അഫർ മാത്രം പോലും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വൈകിട്ട് ചെയ്യാം. നാളത്തെ ദിവസം നമുക്ക് മ്യൂസിക് തെറാപ്പിയുടെ പാർട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ കേൾക്കാനും പാടാനും ഒക്കെയുള്ള ഒരവസരമാണ്. മ്യൂസിക്കിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യേക റിലാക്സേഷനെ കുറിച്ചൊക്കെ പറയും. പ്രൊഫസർ എന്തെങ്കിലും പറയുന്നു? കേൾക്കുന്നില്ല. ഞാന് കേട്ടില്ലായിരുന്നു, ക്ലാസ് കേട്ടില്ലായിരുന്നു. ഞാൻ സാറിന്റെ മെസ്സേജ് കിട്ടിയതുണ്ടായിരുന്നു കയറി. നാളെ ഫ്രീ ആണോ? എന്നാലും ഞാൻ വിളിക്കാം സാറേ, ക്ലാസ് കഴിയുമ്പോൾ ഞാനിപ്പോ സാറിനെ വിളിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. മൺഡേ നമുക്ക് വീട്ടിൽ കാണാം. ഓക്കെ, താങ്ക് യു.
താങ്ക് യു മാം. താങ്ക് യു.